Good morning. Welcome to our online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പ്രോബബിലിറ്റി എന്താണ് എന്നതിനെ കുറിച്ചിട്ടും പ്രോബബിലിറ്റി എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഞാൻ ഇന്ന് അതിലൊന്നും കൂടെ ഇത്തിരി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ നോക്കുക, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയോടുള്ള ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്താണ് എന്നത്. ഓക്കെ, then അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നോക്കുക, ഫോർ എനി ഇവന്റ് ഇ പി ഓഫ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഏതൊരു ഇവന്റ് ഇ ആവട്ടെ, ഏതെങ്കിലും ഒരു ഇവന്റ് ആവട്ടെ, then പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് അഥവാ പ്രോബബിലിറ്റി ഓഫ് ഏത് ഒരു ഇവന്റിന്റെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സെക്കൻഡ് വൺ പറയുന്നത് നോക്കൂ, പി ഓഫ് എസ് ഈക്വൽ ടു 1, പി ഓഫ് എസ് ഈക്വൽ ടു 1, വാട്ട് ഇസ് എസ്, സാമ്പിൾ സ്പേസ്. ഓക്കെ, ഏതോ പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്തായാലും എന്തെന്നെ വരിക, എസ് ഈക്വൽ 1 ആയിരിക്കും. നെക്സ്റ്റ് നോക്കൂ, ഇഫ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി അഥവാ ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 5 ആയിരിക്കും അല്ലെ, ഇയും എഫും ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, ദെൻ പി ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ്. ഇയും എഫും ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, വാട്ട് ഇസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 5. ഇയിലും എഫിലും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് പോലും ഇല്ലാണ്ടാകുന്ന കേസിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഓർ ബി, ഓർമ്മണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ് എടുക്കുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഇസ് ഈക്വൽ ടു വാട്ട്, പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷൻസിനെ തന്നെ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ഒന്നാമത്തത് പറയുമ്പോൾ നോക്കൂ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഒമേഗ ഐ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, പി ഓഫ് ഒമേഗ എവിടെ ഇതില്ല നോക്കൂ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ഒമേഗ. പി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി അത് 0നും 1നും ഇടയിലായിരിക്കും. ഫോർ ഈച്ച് ഒമേഗ 1 ബിലോങ്സ് ടു എസ്. ഒമേഗ എന്ന് പറഞ്ഞാൽ അത് എസിന്റെ അതെന്താ ബിലോങ്സ് ടു ആയിരിക്കും, സാമ്പിൾ സ്പേസിലുള്ളതായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പി ഓഫ് എസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നോക്കൂ, പി ഓഫ് ഒമേഗ 1 പ്ലസ് പി ഓഫ് ഒമേഗ 2 പ്ലസ് എക്സെട്ര പി ഓഫ് ഒമേഗ എൻ ഈക്വൽ ടു 1 അഥവാ ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 എന്നുള്ളതാണ് പി ഓഫ് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ അതായത് പി ഓഫ് എസ് എന്ന് പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് എ എങ്ങനെയാണ് കാണുന്നത്, നമ്മള് പി ഓഫ് എ എങ്ങനെയാ കാണാറ്, നമ്പർ ഓഫ് എ ബൈ നമ്പർ ഓഫ് എസ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എസ് എങ്ങനെയാ കാണുന്നത്, നമ്പർ ഓഫ് എസ് ബൈ നമ്പർ ഓഫ് എസ്, that is equal to 1. എല്ലാവർക്കും അറിയാലോ അത് അല്ലെ. അപ്പോ സെക്കൻഡ് വൺ എന്താ പറയുന്നത്, പി ഓഫ് എസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പി ഓഫ് ഒമേഗ 1 പ്ലസ് പി ഓഫ് ഏതൊക്കെയാണോ അതിന്റെ പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. ദെൻ തേർഡ് പറഞ്ഞത് നോക്കൂ, ഫോർ എനി ഇവന്റ് എ പി ഓഫ് എ ഈക്വൽ ടു സിഗ്മ പി ഓഫ് ഒമേഗ ഐ. അതായത് ഏതൊരു ഇവന്റും ആവട്ടെ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് പറഞ്ഞു സം ഓഫ് പ്രോബബിലിറ്റി ആണ്. പി ഓഫ് ഒമേഗ ഐ ബിലോങ്സ് ടു എ. ഒമേഗ എന്ന് പറഞ്ഞാൽ അത് എ എന്ന ഇവിടെ കണ്ട എ എന്ന ഇവന്റിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് നമ്മൾ കഴിഞ്ഞ അതിലൊക്കെ പറഞ്ഞതാണ് എങ്ങനെയാ ഒരു പ്രോബബിലിറ്റി കാണുക. ഏതൊന്നിന്റെയും പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, പി ഓഫ് എ ഈക്വൽ ടു number of a by number of s. S is a sample space, A be the favorable event outcomes. Above P of A is equal to number of A by number of S.
ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് അതും എന്താ പറയുക? അപ്പൊ നോക്കൂ, പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ. തന്നെയാണ്, എല്ലാം ഒരേപോലെ തന്നെയാണ്. നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ, number of outcomes favorable to E, favorable to E by എന്താ പറയുന്നത്? total possible outcomes, total possible outcomes. ടോട്ടൽ പോസിബിൾ ഔട്ട്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഇതാണ് ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞ ഔട്ട്കംസ് ആർ ഈക്വൽ. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ, നമ്മൾ ഏതാണോ ഫേവറായിട്ട്, ഇപ്പം ഈവൺ നമ്പർ, ഓഡ് നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ. ദെൻ അടുത്ത പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഓർ ബി. പ്രോബബിലിറ്റി ഓരോരോ ടോപ്പിക് ആയിട്ടാണ്, അപ്പൊ ഇതൊന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. probability okay, probability of the event A or B, probability of the event A or B. അറിയാലോ, എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ ആണ്. അപ്പം ഏതൊരു പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാലും പ്രോബബിലിറ്റി എ യൂണിയൻ ബിന്റെ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എവിടെയെങ്കിലും ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്പർ ഓഫ്, നമ്മുടെ സെറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഓർ ബി, എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി എന്താ? അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി നോക്കൂ, എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിലോ, ഇഫ് ഇതിൽ തന്നെ ഒരു കണ്ടീഷൻ ആണ്, എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്. എന്താ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 അല്ലെ? അപ്പോ എ ഡിസ്ജോയിന്റ്, ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. എന്തില്ല? എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതില്ല. എന്തുകൊണ്ടാ? എ ഇന്റർസെക്ഷൻ ബി എന്തായി മാറുന്നു? 5 ആയിട്ട് മാറുന്നു അല്ലെ? 5 എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഓർ ബി. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ദ, നെക്സ്റ്റ് പറയുന്നത് പ്രോബബിലിറ്റി, നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ, പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് നോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ എന്താ പറയണത്? പി ഓഫ് എ ഡാഷ്, പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു, നേരത്തെ എന്തായിരുന്നു എ ഡാഷ് നമ്മൾ പറഞ്ഞത്? 1 മൈനസ് എ അല്ലേ? എ ഡാഷ് പറഞ്ഞാൽ യു മൈനസ് എ. അപ്പൊ ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാ? 1 ആണ്. അതുകൊണ്ട് 1 മൈനസ് പി ഓഫ് എ. നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ, നോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഡാഷ്, എ ഡാഷിന്റെ പ്രോബബിലിറ്റി എന്താണ്? അതാണ് 1 മൈനസ് പി ഓഫ് എ. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്നതിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കുക. എ എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് 1ൽ നിന്നും അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് നോട്ട് എ എന്ന് പറയുന്നത്, അഥവാ പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ എസ് നമ്മൾ യൂണിയൻ എന്ന് ചെയ്യാറില്ലേ, അതുപോലെ ഇവിടെ 1ൽ നിന്നുമാണ് മൈനസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കൂ. അപ്പോ ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. പി ഓഫ് നോട്ട് എ പറഞ്ഞു, പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഓർ ബി നമ്മൾ എന്താ പറഞ്ഞു? എ യൂണിയൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയും ബിയും ഡിസ്ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്? ഡിസ്ജോയിന്റ്. അപ്പോ
പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. സെക്കൻഡ് പറയണു പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ, അപ്പോൾ പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ഇനി നോക്കുക, ഇവിടെ വേറെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 എന്ന് വരുന്നു. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1. ഇനി പ്രോബബിലിറ്റി പി ഓഫ് ബി ഡാഷ് ആണ് കാണേണ്ടതെങ്കിലോ, പി ഓഫ് ബി ഡാഷ് കാണണമെങ്കിലോ അവിടെ എന്താ വരുന്നത്? 1 മൈനസ് പി ഓഫ് ബി. ഇനി ഇതിൽ പ്രോബ്ലംസ് ആണുള്ളത്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണെന്ന് വിചാരിക്കാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി നോട്ട് എ ഓർ ബി. അപ്പോൾ എന്ത് കണ്ടാൽ മതി? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ക്ലിയർ ആവുന്നില്ല അല്ലെ? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. കണ്ടോ? ഏതൊന്നിൻ്റെയും ഡാഷ് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ അതിനെ 1ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. എ ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. പി ഓഫ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. നോക്കൂ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു വാട്ട്? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഏതൊന്നിൻ്റെയും ഡാഷ് കാണണമെങ്കിൽ അഥവാ കോംപ്ലിമെന്റ് അത് കാണണമെങ്കിൽ 1ൽ നിന്നും അത് മൈനസ് ചെയ്താൽ മതി. നമുക്ക് ഇനി ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് a bag contain 9 discs. A bag contain 9 discs of which 4 are red, 3 are blue and 2 are yellow. ഒരു ബാഗിൽ 9 ഡിസ്ക് ഉണ്ട്. അതിൽ 4 റെഡ് ആണ്, 4 എണ്ണം റെഡ് ആണ്. ദെൻ 3 ആർ ബ്ലൂ, 3 എണ്ണം എന്താ ബ്ലൂ ആണ്. ആൻഡ് 2 ആർ യെല്ലോ. അപ്പോൾ 4 3 7 2 9. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ബാഗിൽ 9 എന്തുണ്ട്? ഡിസ്ക് ഉണ്ട്. അതിൻ്റെ 3 കളറുകൾ പറഞ്ഞു. 4 എണ്ണം യെല്ലോ, 4 എണ്ണം റെഡ്, 3 ആർ ബ്ലൂ ആൻഡ് 2 ആർ യെല്ലോ. ദ ഡിസ്ക് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. എല്ലാ ഡിസ്കും എന്താ? ഒരേ സെയിം സൈസുമാണ് ഷേപ്പുമാണ്. അപ്പം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എ ഡിസ്ക് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു ഡിസ്ക് നമ്മൾ എടുക്കുകയാണ്, ഇത് റാൻഡം മൈൻസിൽ, ഫ്രം ദ ബാഗിൽ നിന്നും. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി, ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി ഫസ്റ്റ് വൺ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അഗൈൻ നോക്കൂ, സെക്കൻഡ് വൺ യെല്ലോ, 2 യെല്ലോ ആവാനുള്ളത്. ദെൻ തേർഡ് ബ്ലൂ ആകാനുള്ളത്. ഫോർത്ത് വൺ പറഞ്ഞ നോട്ട് ബ്ലൂ ആകാതിരിക്കാനുള്ളത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഐദർ റെഡ് ഓർ ബ്ലൂ, എടുക്കുന്നത് റെഡോ ബ്ലൂവോ ആവാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത്. അപ്പൊ ആകെ നമുക്കറിയാം എത്ര ഡിസ്ക് ഉള്ളത്? 9 ഡിസ്ക്. അതിൽ 4 ആർ ബ്ലൂ, 4 ആർ റെഡ്, 3 ആർ ബ്ലൂ ആൻഡ് 2 ആർ യെല്ലോ. അപ്പൊ ഇനി നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, there are 9 discs in all, so that total number of possible outcomes is 9. ആകെയുള്ളത് 9 ഡിസ്ക് ആണ്. അപ്പൊ പോസിബിൾ ഔട്ട്കംസ് 9 ആണ്. ലെറ്റ് എ സച്ച് ദാറ്റ് ദ ഡിസ്ക് ഡ്രോൺ ഈസ് റെഡ്. ഞാൻ എ എന്ന അതിനെ റെഡ് ഡിസ്കിനായിട്ട് സൂചിപ്പിക്കുകയാണ്. ആൻഡ് ലെറ്റ് ബി ബി ദ ഡിസ്ക് ഡ്രോൺ ഈസ് യെല്ലോ. ബി എന്ന ഇവന്റെ ഏതാ? യെല്ലോ ആണ്. ആൻഡ് സി ബി ദ ഡിസ്ക് ഡ്രോൺ ഈസ് ബ്ലൂ. അപ്പോ എ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ആണ്. 3 ഇവന്റിന് ഞാൻ ഒരു പേര് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് ഒന്നാമത്തെ കേസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താ? പ്രോബബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ള സാധ്യതകൾ എന്താണ്? ദ നമ്പർ ഓഫ് എന്താ പറയാ നോക്ക്, നമ്പർ ഓഫ് റെഡ് ഡിസ്ക്. അപ്പൊ നോക്കിയാൽ എത്ര റെഡ് ഡിസ്ക് ആണുള്ളത്? പ്രോബബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ള സാധ്യതകള് ആകെ എത്രയുണ്ട് നമുക്കറിയാമല്ലേ? നമ്പർ ഓഫ് എ ബൈ റെഡ് എന്ന് പറഞ്ഞാൽ എ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എ ബൈ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എ ബൈ നമ്പർ ഓഫ് എസ്. ടോട്ടൽ ഔട്ട്കംസ് 9 ആണുള്ളത്. എ എന്ന് പറഞ്ഞാൽ എത്രയാ? ആ 9 ഡിസ്കില് ഹൗ മെനി റെഡ് ഡിസ്ക്? 4 അല്ലേ? അപ്പം 4/9. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് യെല്ലോ. പി ഓഫ് യെല്ലോ, പ്രോബബിലിറ്റി ഓഫ് യെല്ലോ ഇസ് ഈക്വൽ ടു പി ഓഫ് ബി. പി ഓഫ് ബി എത്രയുണ്ട്? യെല്ലോ ഡിസ്ക് എത്ര എണ്ണാണുള്ളത്?
How many yellow days? 2. Then 2 by 9. And the third question നോക്കൂ blue. അപ്പോൾ P of C blue. Blue എത്രയുണ്ട്? 3. 3 by 9. അതിനൊന്നും കൂടെ ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1 by 3. Then fourth question not blue. നോട്ട് ബ്ലൂ. അപ്പൊ ബ്ലൂ അല്ലാത്തത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ബ്ലൂ എന്നുള്ളതിന് നമ്മൾ ഏതാണ് ഇത് കൊടുത്തിരിക്കുന്നത്? സി ബി ദ ബ്ലൂ. അപ്പൊ പി ഓഫ് സി ഡാഷ് അല്ലേ? അപ്പൊ 1 മൈനസ് പി ഓഫ് സി ഡാഷ് ഇതാണ് നോട്ട് ബ്ലൂ. ബ്ലൂ ആയതിന് സി ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നോട്ട് ബ്ലൂ സി ഡാഷ്. ബ്ലൂ അല്ലാത്തതെല്ലാം അല്ലേ? അപ്പോ 1 മൈനസ് പി ഓഫ് സി ദാറ്റ് ഈസ് 1 മൈനസ് സി പി ഓഫ് സി എത്രയാണ് നമുക്ക് കിട്ടിക്കുന്നത്? 1 minus 1 by 3 is equal to 3 minus 1 by 3 is equal to 2 by 3. Okay. Then last എന്ന് പറയുന്നത് fifth one question എന്താണ് പറയുന്നത്? either red or blue. either red or blue. അതായത് P of red or blue. റെഡിന് നമ്മൾ ഏത് ലെറ്ററാ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എ ബി ദ ഡിസ്ക് റെഡ്. അപ്പം പി ഓഫ് എ ഓർ ബ്ലൂ സി. എ ഓർ സി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് എ ഓർ സി എന്ന് പറഞ്ഞാൽ എന്താ കാണേണ്ടത്? എ യൂണിയൻ സി. ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പി ഓഫ് സി. പി ഓഫ് എ പ്ലസ് പി ഓഫ് സി. അപ്പൊ പി ഓഫ് എ എത്രയാണ് കണ്ടിരിക്കുന്നത്? നമുക്ക് 4 by 9 മൈനസ് സി എത്രയാ? പി ഓഫ് സി 3 by 9 ഈക്വൽ ടു 1 by 9. ഓക്കെ. പി ഓഫ് സി ഈക്വൽ ടു 1 by 9 എന്ന് കിട്ടി. സോറി, പി ഓഫ് എ പ്ലസ് പി ഓഫ് സി ആണ്. അപ്പോൾ 7 by 9. അപ്പൊ നോക്കൊന്നും കൂടെ. റെഡ് ഓർ ബ്ലൂ എന്ന് പറഞ്ഞാൽ റെഡിന് നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ടാണ്, ബ്ലൂവിന് സി എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പൊ എ ഓർ സി. എ ഓർ സി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ സി. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിസ്റ്റോയിന്റ് ആണ് അല്ലെ? അതിൽ രണ്ടിലും കോമൺ അതിലില്ല. അപ്പൊ പി ഓഫ് എ പ്ലസ് പി ഓഫ് സി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 by 9 ആൻഡ് പി ഓഫ് സി 3 by 9. അപ്പൊ 4 by 9 പ്ലസ് 3 by 9 ഇസ് ഈക്വൽ ടു 7 by 9. അപ്പം ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി കാണുന്നത്. ആകെ ടോട്ടൽ എത്രയാണോ ഉള്ളത് നോക്കാം, നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ളത് എന്താണ് നോക്കുക, ദെൻ അതേ ബൈ ടോട്ടൽ. ഓക്കെ. ഇനി ഒരു കാർഡിന്റെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ കാർഡിൽ ടോട്ടൽ 52 കാർഡാണുള്ളത്. ദെൻ 26 ബ്ലാക്ക് ആൻഡ് 26 റെഡ് കാർഡ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിൽ ഓരോ 26ലും എന്തുണ്ട്? 13 ക്ലബ് ഹാർട്ട് ഉണ്ട്. ദെൻ റെഡില് ഹാർട്ടും ഡയമണ്ടും. അപ്പോൾ ഓരോ കാർഡും ഒരു പാക്കിൽ നിന്നും ഒരു റെഡ് കാർഡ് പിന്നെ എടുക്കാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ആകെ 26 ആണുള്ളത് അല്ലേ? അപ്പോൾ 26 by 52 ആണല്ലോ. ഇനി ഒരു ക്ലബ് കാർഡ് എടുക്കാനുള്ളത് എന്താണ്? ഒരു ക്ലബ്ബ് പറഞ്ഞാൽ എത്ര ക്ലബ്ബാണ് ഉണ്ടായിരിക്കുന്നത്? ഓരോന്നില്ല. 26ൽ തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 by ഒരു പാക്കിലാണെങ്കിൽ 2 by 56 വരുന്നു, 52 വരുന്നു. അന്നേരം ഒരു കളർ സെയിം കളറിലാണെന്നുണ്ടെങ്കിലോ 2 by 26 വരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് പ്രോബബിലിറ്റി കാണേണ്ടത്. ഏറ്റവും സിമ്പിളാണ് നമ്മൾ പഠിച്ചത്, കൂടുതലൊന്നും പഠിക്കാനില്ല. പ്രോബബിലിറ്റി എങ്ങനെയാണ് കാണുക, അതാ ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ബൈ ബൈ. താങ്ക് യു.